രക്ഷ എന്തുകൊണ്ട് ആവശ്യമാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യർ ജനിച്ച നിമിഷം മുതൽ നിരാശയുടെ ഒരു നിലവിളി പുറപ്പെടുവിക്കുന്നു. ആദ്യം അവർ വിശപ്പ് കാരണം നിലവിളിക്കും. പിന്നെ അവൻ പരിചരണത്തിനായി കൊതിച്ചു നിലവിളിക്കുന്നു. കുട്ടികൾ വളരുമ്പോൾ അവർക്ക് പലതരം അസംതൃപ്തി അനുഭവപ്പെടുന്നു. ജനനം മുതൽ മനുഷ്യർ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആഗ്രഹങ്ങൾക്ക് പിന്നിലെന്താണ്? ജനനം മുതൽ മനുഷ്യർ അസംതൃപ്തി അനുഭവിച്ചിട്ടുണ്ടെന്നതിന്റെ പശ്ചാത്തലത്തിലേക്ക് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു. അത്യാഗ്രഹം, അസൂയ, വെറുപ്പ്, കോപം, കലഹം തുടങ്ങിയ പേരുകളിൽ ഇത് അറിയപ്പെടുന്നു. പഠിപ്പിക്കപ്പെട്ടില്ലെങ്കിലും കൊച്ചുകുട്ടികൾ അത്യാഗ്രഹികളും അസൂയുള്ളവരും വെറുപ്പുള്ളവരുമാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ ആരംഭിച്ച പാപത്തിന്റെ ഫലമാണിത്. ലോകം വെറുപ്പും സംഘർഷവും കുറ്റകൃത്യവും യുദ്ധവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നതിന്റെ കാരണം കൃത്യമായി ഈ മനുഷ്യ സ്വഭാവം തന്നെയാണ്. അതുകൊണ്ട് ദാവീദ് ഏറ്റുപറഞ്ഞു, ഞാൻ അകൃത്യത്തിൽ ജനിച്ചു, എന്റെ അമ്മ എന്നെ അകൃത്യത്തിൽ ഗർഭം ധരിച്ചു. മനുഷ്യർ ക്രമേണ പാപികളായി മാറുന്നില്ല, അവർ ജനിക്കുന്നത് പാപികളായാണ്. അതുകൊണ്ട് ഈ പാപത്തെ ആദിപാപം എന്ന് വിളിക്കുന്നു. അതിന്റെ ഉദ്ഭവം ആദ്യ മനുഷ്യരായ ആദാമും ഹവ്വായും സ്രഷ്ടാവായ ദൈവത്തിനെതിരായ മത്സരത്തിൽ നിന്നാണ്. ദൈവം കുറ്റം വിധിച്ചിരിക്കുന്ന ഈ പാപം മനുഷ്യർക്ക് സ്വന്തമായി നീക്കം ചെയ്യാൻ കഴിയാത്തതിനാൽ പാപത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ മനുഷ്യർക്ക് ഒരു മാർഗവുമില്ല. ദൈവം ഇതിനകം പ്രഖ്യാപിച്ചു, മനുഷ്യന്റെ ഹൃദയത്തിന്റെ ചായ്വ് ബാല്യം മുതൽ ദോഷമുള്ളതാണ്. മനുഷ്യർ പാപികളായി ജനിക്കുന്നു, പാപത്തിൽ ജീവിക്കുന്നു, പാപികളായി മരിക്കുന്നു. ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു, മനുഷ്യൻ ഒരിക്കൽ മരിക്കുകയും അതിനുശേഷം ന്യായവിധി നടത്തുകയും ചെയ്യേണ്ടത് നിയമിച്ചിരിക്കുന്നു. മരണത്തോടെ ജീവിതം അവസാനിക്കുന്നില്ല, മരണശേഷം 2 ശാശ്വത ലോകങ്ങൾ കാത്തിരിക്കുന്നു. ജീവിതത്തിന്റെ കവലയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകണോ എന്ന് സ്വയം തീരുമാനിക്കണം. ബൈബിൾ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു, അവർ നീതിയുടെ വഴിയിൽ നടക്കുന്നു എന്ന് പറയുന്നു, എന്നാൽ അവർ യഥാർത്ഥത്തിൽ മരണത്തിന്റെ വഴിയിൽ നടക്കുന്നു. നിങ്ങൾ നിലവിൽ മരണത്തിന്റെ വഴിയിലാണ് നടക്കുന്നതെങ്കിൽ അങ്ങനെയെങ്കിൽ അതിജീവിക്കാൻ നിങ്ങൾ തിരികെ പോകണം. പാപങ്ങൾ നീക്കം ചെയ്യാത്തവർ ദൈവത്തിന്റെ ന്യായവിധിയിലൂടെ നിത്യശിക്ഷയിൽ, അതായത് നരകത്തിൽ പ്രവേശിക്കും. എന്നിരുന്നാലും നിരാശയിൽ മുങ്ങിപ്പോയ മനുഷ്യവർഗത്തിന് ദൈവത്തിൽ നിന്ന് അത്ഭുതകരമായ കൃപ ലഭിച്ചു. അതായത് മനുഷ്യപാപം നീക്കം ചെയ്യുന്നതിനായി ദൈവം തന്റെ സ്വന്തം പുത്രനെ ബലിയർപ്പിച്ചു. പാപമില്ലാത്ത നീതിമാന്മാരുടെ രക്തത്താൽ പാപം കഴുകിക്കളയപ്പെടണമെന്ന ദൈവത്തിന്റെ തത്വമനുസരിച്ച് ദൈവം തന്റെ പുത്രനെ മനുഷ്യരൂപത്തിൽ ലോകത്തിലേക്ക് അയച്ചു. അവന്റെ നീതിമാനായ രക്തം ക്രൂശിൽ ചൊരിയാൻ ഇടയാക്കി. അതുകൊണ്ടാണ് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നത്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതെന്നു ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ ലോകത്തിലേക്ക് വന്ന ദൈവപുത്രനായ യേശുക്രിസ്തു പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്ന രക്ഷകനാണെന്ന് നാം വിശ്വസിച്ചാൽ നാം രക്ഷിക്കപ്പെടുമെന്ന് ദൈവം പ്രഖ്യാപിച്ചു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, യേശുക്രിസ്തു തന്റെ രക്തം ചൊരിഞ്ഞ് നിങ്ങളുടെ പാപങ്ങൾക്ക് വില നൽകാൻ കുരിശിൽ മരിച്ചു എന്നാണ് ഇതിനർത്ഥം. രക്ഷയുടെ തത്വം ഒരു ചിത്രത്തിലൂടെ ഞാൻ ചുരുക്കമായി വിശദീകരിക്കാം. യേശുക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷകനായി സ്വീകരിക്കുന്നതിന് നിങ്ങൾ ആദ്യം ഒരു പാപിയാണെന്ന് അംഗീകരിക്കുകയും ദൈവത്തോട് ആത്മാർത്ഥമായി അനുതപിക്കുകയും വേണം. പിന്നെ അത്ഭുതകരമായ ഒരു ആത്മീയ സംഭവം സംഭവിക്കുന്നു. നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് നിങ്ങൾ ആത്മാർത്ഥമായി അനുതപിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ പാപങ്ങളും യേശുവിലേക്ക് മാറ്റപ്പെടുന്നു. കാരണം യേശു നിങ്ങളുടെ പാപങ്ങൾക്കു പരിഹാരമായി ക്രൂശിൽ തന്റെ രക്തം ചൊരിഞ്ഞു. നിങ്ങൾ ആത്മാർത്ഥമായി യേശുവിൽ വിശ്വസിക്കുമ്പോഴാണ് ഈ ആത്മീയ ഫലം പുറപ്പെടുവിക്കുന്നത്. നിങ്ങളുടെ എല്ലാ പാപങ്ങളും യേശുവിലേക്ക് മാറ്റപ്പെട്ടാൽ യേശുവിന്റെ ശുദ്ധമായ നീതിയും നിങ്ങളിലേക്ക് മാറ്റപ്പെടും.
യേശുവിന്റെ നീതി സ്വീകരിച്ചതിനാൽ നിങ്ങൾ ദൈവമുമ്പാകെ നീതിമാന്മാരായി കണക്കാക്കപ്പെടുന്നു. നിങ്ങൾ മുമ്പ് ചെയ്ത പാപങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും ദൈവം അവ ഓർക്കുകയില്ലെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ദൈവത്തിന്റെ ഈ വാഗ്ദാനത്തിലൂടെ നിങ്ങൾ ഒരു ദൈവമകനായിത്തീരുന്നു. ദൈവം നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് നയിക്കുന്നു. 6767. ഇനി നിങ്ങൾ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ രക്ഷകനായി സ്വീകരിക്കുകയും ബോധ്യത്തോടെ അവനിൽ വിശ്വസിക്കുകയും വേണം. യേശുവിനെ നിങ്ങളുടെ രക്ഷകനായി സ്വീകരിക്കുമോ? അടുത്തതായി, താഴെയുള്ള പ്രാർത്ഥന നിങ്ങളുടെ സ്വന്തം പ്രാർത്ഥന പോലെ ഉച്ചത്തിൽ വായിക്കുക. ദൈവമേ, എന്റെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും ഞാൻ നിരവധി പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ പാപങ്ങൾ നിമിത്തം പരിശുദ്ധനായ ദൈവവുമായുള്ള എന്റെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. എന്റെ ജീവിതം നിത്യമായ കഷ്ടപ്പാടുകളിൽ മരിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കി. ദൈവമേ, ഞാൻ ഇപ്പോൾ നിന്റെ മുമ്പാകെ വരുന്നു. എന്നെ സ്നേഹിക്കാനും രക്ഷിക്കാനും ലോകത്തിലേക്ക് വന്ന ദൈവപുത്രനാണ് യേശു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുരിശിൽ മരിച്ചതിലൂടെ എന്റെ സ്ഥാനത്ത് ഞാൻ അർഹിക്കുന്ന ശിക്ഷ യേശു വഹിച്ചുവെന്നും ഞാൻ വിശ്വസിക്കുന്നു. ദൈവമേ, എന്റെ മുൻകാല തെറ്റായ ചിന്തകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും ഞാൻ പിന്തിരിഞ്ഞു ആത്മാർത്ഥമായി അനുതപിച്ചിരിക്കുന്നു. ദയവായി എന്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ. ഈ നിമിഷം തന്നെ ഞാൻ എന്റെ ഹൃദയത്തിന്റെ വാതിൽ തുറന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ എന്റെ രക്ഷകനായി സ്വീകരിക്കുന്നു. യേശു എന്നേക്കും എന്റെ രക്ഷകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇപ്പോൾ നിങ്ങൾ പുതിയ ആളുകളായി മാറിയിരിക്കുന്നു. ഇത് ദൈവവചനത്തിന്റെ ശക്തിയാലാണെന്നും നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്നും തിരുവെഴുത്ത് സാക്ഷ്യപ്പെടുത്തുന്നു. ആത്മീയമായി വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് ആത്മീയ പോഷണം ആവശ്യമാണ്. ആ പോഷണം ദൈവവചനമാണ്. അതുകൊണ്ട് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു, നവജാത ശിശുക്കളെപ്പോലെ ആത്മാവിന്റെ ശുദ്ധജലപാൽ വാഞ്ചിക്കുവിൻ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ബൈബിളിലെ വചനത്തിനായി വാഞ്ചിക്കുക എന്നാണ് ഇതിനർത്ഥം. നിങ്ങൾ ദിവസവും ബൈബിൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾ ആത്മീയമായി പക്വതയുള്ള ഒരു വ്യക്തിയായി വളരും. നിങ്ങൾ ദൈവവചനം വായിക്കുമ്പോൾ നിങ്ങൾ ആത്മീയമായി ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും പ്രാർത്ഥനയിലൂടെ ദൈവവുമായി സംവദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവം വാഗ്ദത്തം ചെയ്ത സ്വർഗ്ഗത്തെക്കുറിച്ചുള്ള പ്രത്യാശ നിങ്ങളുടെ ഹൃദയത്തിൽ കൂടുതൽ പ്രകാശിക്കും.